ഞാൻ കുഞ്ഞിപ്പെണ്ണും രാവിലെ അമ്പലത്തിലൊക്കെ പോയി. കാര്യം ഇന്ന് നമ്മൾ പോവുകയാണ്. ആ പോകുന്ന ദിവസത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അതിൻ്റെ തോരണങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഉത്സവം ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം എല്ലാവരും ഇല്ലാണ്ട് കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അമലകുട്ടനും വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുഞ്ഞാമ്മ വരാൻ ലേറ്റായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം വന്നു കഴിഞ്ഞിട്ട് ഒരു ചാക്ക് അരിയൊക്കെ കൊണ്ടാണ് പോണതെന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ഗൗരിയമ്മയും ദിയക്കുട്ടിയും വന്നിരുന്നത്. ഇതാണ് ദിയക്കുട്ടി. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവൾ പോകുന്നത് മനസ്സിലായിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ കുഞ്ഞാമ്മേനെ ആ സമയത്ത് അവൾ കൊണ്ട് ചാമ്പ കയറ്റി ചാമ്പങ്ങയൊക്കെ പറിച്ച് തിന്നുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ യാത്ര നോർമൽ ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബാഗൊക്കെ ഡിക്കിയിൽ സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. ആസ് യൂഷ്വൽ കാണാമല്ലോ, റോഡ് നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫലാഫൽ എന്ന് വെച്ചിട്ടുള്ള കാഫറ്റേരിയയിൽ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്തോ പോലെ വരുന്നത് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. അത് ഒട്ടും നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ടേബിളൊക്കെ ആണെങ്കിലും കുറച്ച് വൃത്തിയാക്കാണ്ടൊക്കെ കിടക്കുകയായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളമാണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ നല്ലതായിരുന്നു. നാരങ്ങ വെള്ളം പറഞ്ഞാൽ ചീഞ്ഞ നാരങ്ങ എന്തോ നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ നോക്കാമെന്നു. പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പറയാണ്ട് പോന്നു. പിന്നെ നേരിമംഗലം പാലം നമ്മൾ ഇറങ്ങുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ പരിപാടി സവിതയിൽ കയറുക, ഫുഡ് കഴിക്കുക. കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് നല്ല ഫുഡ് നമുക്ക് കുറച്ച് ഇതായിട്ട് കഴിക്കാൻ പറ്റുന്നത്. സവിത ആകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കയറാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. സോ നമ്മൾ സവിതയിൽ കയറി. ഞാനും അമലോട്ടനും കുഞ്ഞിപ്പെണ്ണും ബിരിയാണി കഴിച്ചു. അച്ഛയും അമ്മയും ചോറ് കഴിച്ചു. ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് അമ്മ അവിടെ അപ്പുറത്ത് മാറിയാണ് ഇരുന്നത്. കാര്യം എനിക്കൊന്നു കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു പ്രിൻ്റ് കാണിച്ചില്ലേ, അത് നമ്മൾ പെട്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അക്ഷയയിൽ ഒരു അരമണിക്കൂർ ക്യൂ നിന്ന് അതെടുത്തു. പിന്നെ നമ്മൾ വല്ലാർപാടം, കഴിഞ്ഞ തവണയും നമ്മൾ വല്ലാർപാടത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. കുറച്ച് ടൈം ഉള്ളതുകൊണ്ട്. പിന്നെ CC എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേനും അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, റെസോ എന്ന് പറഞ്ഞിട്ട്, അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന, അവിടെ ഒന്നിച്ച് റൂമിലും ഉള്ളത്. അപ്പോൾ റെസോവിനെയും ഫാമിലീനെയും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ടെർമിനൽ 3 ആണ് വരുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ കുഞ്ഞിപ്പെട്ട് ഭയങ്കര സങ്കടമായി. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. പെട്ടിയൊക്കെ എടുത്തു. ഞാനും അമ്മയോടിനോട് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. ശരിക്കും നല്ല സങ്കടമുള്ളൊരു മൊമെൻ്റായിരുന്നു അത്. ശരിക്കും നമുക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും ചെയ്യാനുമില്ല. പക്ഷേ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള ഒരു മൊമെൻ്റായിരുന്നു. എല്ലാവരും കരഞ്ഞു. ഞാനും കുഞ്ഞിപ്പെട്ടും ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും. പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പോയവർക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് 10 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അതുപോലെ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട് അവളുടെ അടുത്ത് നിൽക്കുന്ന മനീഷയാണ്, അവളുടെ ഫ്രണ്ടാണ്. അവരൊക്കെ ഒന്നിച്ചുള്ളതാണ്. 3 ആൾ ഒന്നിച്ച് പോകുന്നതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ടുള്ള ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ തവണത്തെ അത്രയും. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. പിന്നെ അവൾ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്.